ഇനി ഇതേപോലെ ഒരു ഫെമിനിസ്റ്റിയെ നിർണ്ണയിടുന്ന പരിപാടി നമ്മൾ 100% ഫൈറ്റ് ചെയ്ത് തന്നെ പോകും. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ശ്രീ KR മീര വലിയ നോവലിസ്റ്റാണ്. പോലീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ലൈവായി തന്നെ നോക്കാം. നമസ്കാരം, രാഹുൽ ഈശ്വറാണ്. ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ പരാതി അയച്ചിട്ടുണ്ട്. ഫോർമലി തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതി കിട്ടിയോ എന്നൊന്ന് എനിക്കറിയാൻ പറ്റുമോ? നമ്മുടെ KR മീരയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈൻറ്റ് രാവിലെ തന്നെ ഈ ജൂറിസ്ഡിക്ഷൻ പ്രശ്നമല്ല, ഇന്റർനെറ്റിലൂടെയൊക്കെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ തന്നെ. മാഡം, അപ്പം ആരോടാ സംസാരിക്കേണ്ടത്? ഞാൻ ഓൾറെഡി SHO സെൻട്രൽ EKM.PO ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഫോർമലി തന്നെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരാതി കിട്ടിയോ എന്നൊന്ന് എനിക്കറിയാൻ പറ്റുമോ? ഇപ്പം ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ പരാതി കിട്ടിയോ എന്നൊന്ന് അറിയാൻ പറ്റുമോ? അതായത് ഞാൻ പ്രതിയോടൊത്ത് ചേർന്ന് ഞാൻ മറ്റേ പ്രതിയെ അനുകൂലിച്ച്, അതായത് ബോബി ചെമ്മണ്ണൂർജിയെ അനുകൂലിച്ച് ഹണി റോസിനെതിരെ പരാമർശം നടത്തി എന്നുള്ളതാണ് ഇവർ എനിക്കെതിരെ കംപ്ലൈൻറ്റ് എടുത്തത്. അപ്പം ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ, ഒരു കൊലപാതകത്തെ ന്യായീകരിച്ച് ആ കൊലപാതകം മരിച്ച ആളെ അപഹസിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച്, കോടതി വിധിയെ അടക്കം അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച് വിദ്വേഷ പ്രസംഗം നടത്തിയ KR മീരയ്ക്കെതിരെ ഉള്ളൊരു പരാതിയാണ്. പോലീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ലൈവായി തന്നെ നോക്കാം. നമസ്കാരം, രാഹുൽ ഈശ്വറാണ്. സാർ നമസ്കാരം. സാർ, ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഒരു പരാതിയാണ്. SHO സാർ, ഞാൻ അയച്ചിരിക്കുന്ന അഡ്രസ് എന്ന് പറയുന്നത് SHO സെൻട്രൽ EKM.POL സാർ, അപ്പം കിട്ടിയോ എന്നൊന്ന് കൺഫേം ചെയ്യാമോ? ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പ്. അപ്പോൾ ഒന്ന് വിളിച്ചു പറയാൻ കൂടെ ചെയ്തതാ. ഇനി ഇതേപോലെ ഒരു ഫെമിനിസ്റ്റിയെ വെറുതെ വിടുന്ന പരിപാടിയില്ല. നമ്മൾ 100% ഫൈറ്റ് ചെയ്ത് തന്നെ പോകും. അതിശക്തമായിട്ട് അവരെ അടക്കം വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. ഇതുകൊണ്ട് ആരെയും മൂക്കി കയറ്റുമൊന്നുമില്ല. ഇനി നാളെ ഒരുപക്ഷെ ഈ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രീഷ്മ എന്ന അതിജീവിതയെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യും. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. ചെയ്യേണ്ട ജോലി നമ്മൾ എന്തായാലും ചെയ്യും. അതിൻ്റെ സ്ഥാനമാണ് നമ്മൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. KR മീരയുടെ, ശ്രീമതി KR മീരയുടെ ജസ്റ്റിഫിക്കേഷൻ ഓഫ് മർഡർ ആൻഡ് ഹെയ്റ്റ് സ്പീച്ച് എതിരെയുള്ള പരാതി സാറേ വന്നിട്ടുണ്ടോ? മറ്റേ ഇത് വന്നിട്ടുണ്ടോ? താങ്ക് യു സാർ. ഞാനൊരു ഫോളോ അപ്പിന് വേണ്ടി വിളിച്ചോളാം സാർ. താങ്ക് യു. അതായത് സാറേ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. അതായത് നമ്മുടെ കോടതി വിധി ഷാരോന്റെ കേസിൽ ഷാരിയെ കൊന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ ശ്രീമതി KR മീര വലിയ നോവലിസ്റ്റാണ്, അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫുൾ ടെക്സ്റ്റ്, അവർക്ക് ലഭ്യമായ വീഡിയോ ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. കൊലപാതകത്തെ ന്യായീകരിച്ച് സംസാരിച്ചതാണ് അവർ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ അതിൻ്റെ സെക്ഷൻസും വകുപ്പുകൾ 352, 353 അടക്കമുള്ള എല്ലാ വകുപ്പുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. സാർ ആരാ? അനീഷ് ജോയ് സാറാണോ? ആരാ? അനീഷ് ജോയ് സാറിനോട് ഒന്ന് പറഞ്ഞേക്കണേ സാർ, പ്ലീസ്. ഒരു ഫെമിനിസ്റ്റിയെയും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെ എല്ലാം നമ്മൾ കേസെടുക്കുമെന്നൊന്നും എനിക്കറിയില്ല, അത് പോലീസിന്റെ കയ്യിലാണ്. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്യും.